ഡേറ്റ് എഴുതുന്ന ഡേ ആട്ടോ ഇത്. ദിയയുടെ നിക്കാഹ് ഡേ. രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവരും മേക്കപ്പിലാണ്. ഞാനാട്ടോ എല്ലാവർക്കും ലെൻസ് വെച്ച് കൊടുക്കുന്നത്. ലെൻസ് എന്ന് പറയുന്നത് ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. എല്ലാവരുടെ കണ്ണിൽ ഇത് ഇരിക്കണം എന്നില്ല. രാവിലെ തന്നെ നല്ല തുമ്മലുണ്ടായിരുന്നു. ഞാൻ കണ്ണിൽ ഐലൈനർ എഴുതും, തുമ്മും അതങ്ങോട്ട് പാടും. ലാസ്റ്റ് ഒരു സിട്രസിന്റെ പുറത്താട്ടോ പിടിച്ചിരിക്കുന്നത്. ഓഡിറ്റോറിയം ഇവിടുന്ന് 2 മണിക്കൂർ ദൂരെ ആട്ടോ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് വേണം ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് മേളത്തെ റൂമാട്ടോ കിട്ടിയത്. ഇവിടെ 6 പേർക്ക് 2 കണ്ണാടിയാ ഉള്ളത്. ഞാൻ അങ്ങോട്ട് മാറി ഇരുന്ന് ഫോൺ ക്യാമറ നോക്കിയാട്ടോ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. ദിയേനെ നല്ല സുന്ദരിയായിട്ടാട്ടോ ഒരുക്കിയേക്കുന്നത്. നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നുന്നു, അത്ര ഭംഗിയായിരുന്നു. അങ്ങനെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഓഡിറ്റോറിയത്തിലോട്ടാട്ടോ പോകുന്നത്. 11:00-ക്കാണ് നിക്കാഹ്. ഇവിടുന്ന് നല്ല ദൂരം ഉണ്ടായിരുന്നു. എനിക്ക് നിക്കാഹിന് വലിയ വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനാണെങ്കിലും ഈ വ്ളോഗ് എടുക്കുന്ന കാര്യമേ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂടെ ഞാൻ നല്ലോണം എൻജോയ് ചെയ്യുന്ന ഒരു ദിവസം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വ്ളോഗിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തില്ല. കയറി വന്നപ്പോഴേ ഞങ്ങൾ കുറെ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ബ്രൈഡിന്റെ ഗ്രൂമിന്റെ എൻട്രി ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവൾ ആഗ്രഹിച്ച ആളെ തന്നെ കിട്ടി. എല്ലാവർക്കും കിട്ടേണ്ട ഒരു ലക്കായിരിക്കില്ലല്ലോ ആഗ്രഹിച്ച ആളെ കല്യാണം കഴിക്കാൻ പറ്റുന്നത്. എന്തായാലും നല്ലൊരു ഹാപ്പി ലൈഫ് കിട്ടട്ടെ. കോഴിക്കോട് കല്യാണം ഞാൻ ആദ്യമായിട്ടോ കൂടുന്നത്. ഇവിടുത്തെ ഫുഡാണ് മെയിൻ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് തിരിച്ചാ ബസ്സിൽ തന്നെ വീട്ടിൽ പോവാട്ടോ ചെയ്തത്.